ചിത്രമായ തിരക്കിനിടയിൽ അല്പനേരം രണ്ടാം വാരത്തിലേക്ക് നിൽക്കുകയാണ്. എറണാകുളം വിദ്യാഘോഷം അത് കുട്ടികൾക്ക് കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്ത നിരവധി മെസ്സേജ് സാധാരണ മെസ്സേജ് അല്ല, നല്ല രീതിയിൽ അത് കൺവിൻസ് ചെയ്തിരിക്കുകയാണ് ഡയറക്ടർ. ആ പടം ഈ കണ്ടിട്ട് തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഓരോ മാതാപിതാക്കളും തിരക്കുള്ള മാതാപിതാക്കളും കണ്ടിരിക്കുകയാണ്, അത്യാവശ്യമാണ്. അതാണ് ആ പടത്തിൻ്റെ ടാഗ്ലൈൻ തന്നെ. എന്തായാലും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, അതിൻ്റെ സന്തോഷം ഞങ്ങളുടെ പങ്കിടുകയാണ്. ചെറിയ പ്രോഗ്രാമാണ് അല്ലേ, പടം വലിയ ചെറിയൊരു പടം, പക്ഷെ വലിയ രീതിയിൽ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട് ആ പടം. അതിനകത്ത് ഡയറക്ടർ അതുപോലെ നിരഞ്ജൻ അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും സംവിധായകൻ തന്നെ. അഹങ്കാരമായിട്ട് തോന്നരുത്, ഒരു വലിയ ഹൈപ്പോടെയൊന്നും വന്നില്ലെങ്കിലും പക്ഷെ നേരത്തെ ഷീജേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് അഭിമാനം തോന്നുന്നു. വലിയ ഹൈപ്പോടെ ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ. തിയേറ്ററുകളിൽ വലിയ ഹൗസ്ഫുൾ എന്തെങ്കിലും പക്ഷേ നല്ല പടം പടം എന്ന രീതിയിൽ തന്നെ അഭിപ്രായം കയറിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആസ് എ ഡയറക്ടർ എന്നുള്ള എൻ്റെ ഒരു ഒറ്റ കഴിവല്ല, എന്നോടൊപ്പം സഹകരിച്ച എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും ഭംഗിയായിട്ട് എത്തിക്കാൻ സാധിച്ചത്. അതിന് എല്ലാവരോടും, ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ്, മറ്റുള്ള ടെക്നീഷ്യൻസ് എല്ലാവരും ഉൾപ്പെടെ ഞാൻ പറയുന്നു, അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ഇതിൻ്റെ ഒരു മെസ്സേജ് മാത്രം ഉൾക്കൊള്ളുകൊണ്ട് ഓരോ ദിവസം കഴിയുന്തോറും ഷൂട്ടിങ് പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആസ്വദിച്ച് ചെയ്തതിൻ്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രമാണ്. അതാണ് ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ അത് ഏറ്റെടുക്കും. കാരണം ചില സെൻറ്ററിലൊക്കെ അതിൻ്റെ വ്യക്തമായ അനുഭവം ഞാൻ നേരിട്ട് അറിഞ്ഞു. അതൊക്കെ നമ്മുടെ കണ്ണ് നിറച്ച സംഭവമാണ്. ആദ്യത്തെ ഒരു സംരംഭം അത് ചർച്ചയാവുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും പ്രത്യേകിച്ച് മീഡിയാസ്, കാരണം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ റിലീസിങ്ങിന് അന്ന് സപ്പോർട്ട് ചെയ്ത മീഡിയാസ്, അവരുടെ പ്രൊമോഷൻസ്, അത് വളരെയധികം ഹൈപ്പായിട്ട് ഇതിനെ മാറുകയും ചെയ്തു. ആ ഹൈപ്പ് വലിയ ഹൈപ്പിൽ വന്ന ഒരുപാട് പടങ്ങളുണ്ട്. ആ പടങ്ങളും നല്ല, അതിൻ്റെ ഇടയിൽ നമ്മൾ ഹൈപ്പില്ലാതെ വന്നു, പക്ഷേ ഹൈപ്പായിട്ടൊരു ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. ആ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊരു കേക്ക് മുറിച്ചൊരു മധുരം കൊണ്ടുവന്നുകൊണ്ട് അത് സന്തോഷിക്കാൻ തീരുമാനിച്ചു. അതിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും ഹാർദവമായ നന്ദിയും സ്നേഹവും കടപ്പാട് അറിയിച്ചുകൊണ്ട് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. വലിയ കുഴപ്പമില്ലാതെ ആയിരുന്നു എല്ലാവരുടെ അഭിപ്രായമൊക്കെ കിട്ടിയത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതൊരു എന്നെ സംബന്ധിച്ച് രണ്ടാമത്തെ പടമാണ്. എങ്കിലും അതിൻ്റേതായിട്ടുള്ള ചെറിയ ബാലപീഠങ്ങളൊക്കെ സിനിമയിൽ കാണാനുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ മെച്ച രീതിയിൽ തന്നെയാണ് പടം. നല്ല മെസ്സേജുള്ളൊരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അത് വളരെയധികം നല്ല ആഴത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വേരറിയാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. നന്ദി. ഈ സിനിമ കണ്ടപ്പോൾ ഒന്നുകൂടി നന്നാക്കണം തോന്നി. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഞാൻ ആൽവിൻ പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ചെയ്യാൻ നന്നായി ചെയ്യാൻ തോന്നി. കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായം. എല്ലാവരും കണ്ട് സിനിമ വിജയിപ്പിക്കണം. രണ്ടാം വാരത്തിൽ കടന്നിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് കാരണം സിനിമ മുന്നോട്ട് പോകുന്നത് ഒരുപാട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവാനി എന്നാണ്. ഈ മൂവിയിൽ ഗായത്രി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്.
സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂവിയിലെ ഒരു ഭാഗമാവാൻ സാധിച്ചത് ഞാൻ വളരെ പ്രൗഡാണ്, വളരെ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ മൂവിയിലേക്ക് സെലക്ട് ചെയ്ത് താങ്ക്സ്. പിന്നെ എൻ്റെ മൂവിയിൽ ആ ഒരു ക്യാരക്ടർ ആവാൻ ഹെൽപ്പ് ചെയ്ത് അജിക്ക, ടോൺസ്റ്റേഡൻ എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ ഇപ്പോൾ നമ്മുടെ മൂവി 2ാം വാരത്തിലേക്ക് കടക്കുകയാണ്. സോ സന്തോഷം. പല സീൻസും കണ്ടപ്പോൾ ശരിയാക്കണമെന്ന് തോന്നി. അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പോൾ അടുത്ത പടത്തിൽ പിടിക്കും.